ഇപ്പോഴും ഉറങ്ങാണ്. അപ്പം ഇന്ന് വെള്ളിയാഴ്ചയാണ്, പള്ളിയിൽ പോകാണ്ട്. അപ്പം അതിനുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെയാണ്. രാവിലത്തെ കാര്യങ്ങളെങ്കിലും നോക്കാം. ഓക്കെ, രാവിലെ വരുന്നത് ദോശ, ഇഡ്ഡലി, ചട്നി. ദോശ, ചട്നി, 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 ചട്നി. ഓക്കെ, അങ്ങനെ നമ്മൾ സൂപ്പറായിട്ട് സെറ്റ് ചെയ്തു ദോശ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. രാവിലെ പുറത്തിറങ്ങിയതാണ്, പോസ്റ്റ് ഓഫീസിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ മഴ, ഇവിടെ വന്നിട്ടിപ്പോൾ ഇങ്ങനെ മഴ കിട്ടുന്നത് ആദ്യമായിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇറങ്ങാം. ഇന്ന് വെള്ളിയാഴ്ച പള്ളിയിൽ പോകേണ്ട ആവശ്യങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം ഞാൻ പോകുന്നു, എന്ന് വെച്ചാൽ ഞാൻ തിരിച്ചു വരുമ്പോൾ ഇവരെല്ലാം റെഡി ആവുമെന്ന് കരുതാം. ഓക്കെ, പോസ്റ്റ് ഓഫീസിൽ വരേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ പുതിയതായിട്ട് പോസ്റ്റ് ഓഫീസ് ഈ ഭാഗത്താണ് വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്തു. മുകളിലെ നിലയിലാണ് പോസ്റ്റ് ഓഫീസ്. അപ്പോൾ അവിടെ പോയി നോക്കാം. സ്റ്റെപ്പ് എവിടെയാണ്, സ്റ്റെപ്പ് ഏത് ഭാഗത്താണെന്ന് അറിയില്ല. നോക്കാം. ഫൈനലി കണ്ടു, പോസ്റ്റ് ഓഫീസ് കണ്ടുപിടിച്ചു. എല്ലാം ഫുഡ് കഴിഞ്ഞാൽ നമ്മളെ പോസ്റ്റ് ഓഫീസിലെ പരിപാടികളെല്ലാം കഴിഞ്ഞു. നമ്മൾ തിരിച്ചിറങ്ങിയാണ് ഇവിടെ നിന്ന്. നല്ല പോസ്റ്റ് ഓഫീസിൽ ഇരിക്കുന്ന സമയത്ത് നല്ല മഴ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ മഴ ഒന്നിങ്ങനെ തോർന്നു വരുന്നുണ്ട്. കാറ് കൊടുത്ത് വന്നതുകൊണ്ട് മഴയുടെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അങ്ങനെ പോവാം. ഓക്കെ, അവരെല്ലാവരും റെഡി ആയിട്ടുണ്ടെങ്കിൽ നേരെ വീട്ടിൽ പോകണം. ഇന്ന് വെള്ളിയാഴ്ചയാണ്, പള്ളിയിൽ പോകാനുള്ള പരിപാടിയിലുണ്ട്. ഓക്കെ, മഴ പെയ്ത് തെളിഞ്ഞ് കിടക്കുന്ന ഇതാണ് ഉണ്ടല്ലേ, വൈപ്പറൊക്കെ ഇട്ടിട്ടാണ്. നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴ അടിയില്ലേ. വീടെത്തി എല്ലാവരും വണ്ടിയിൽ കയറി. നല്ല മഴ പുറത്ത്, നല്ല മഴയാണ്. ഓ, അങ്ങനെ ബീജൊക്കെ വണ്ടി കയറി. ഇതപ്പോൾ ഞങ്ങൾ മാത്രമായിട്ട് പോവാണ്, ചാവക്കാടക്ക് പോവാണ്. എഞ്ചുണ്ടെന്ന് പറഞ്ഞതാ, പക്ഷേ അവർ പോളിയോ കൊടുക്കാൻ പോയിട്ട് ലേറ്റായി. അപ്പോൾ കാരണം അവർക്ക് വരാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം നിസ്കാരം തുടങ്ങുമ്പോഴത്തേനും അവിടെ എത്തണം. നമുക്കപ്പോൾ എത്തിക്കാം. ഞാൻ നിങ്ങളെ കൊണ്ടേക്കനാല് വരെ കൊണ്ടുവന്നില്ല. അവിടെ നിന്ന് ഇടക്ക് ഇത് ഓടിച്ച് ആള് മാറിയെങ്കിലും ഫുള്ളായിട്ട് തിരിച്ചു വരുമ്പോൾ ഇത് ഓടിച്ചില്ലേ. ഇതിനെ കളി കാണാൻ വേണ്ടി കറക്റ്റ് ടൈമിൽ എത്തിച്ചാ. എന്നിട്ട് നീ എന്നോട് ഇങ്ങനെ പറഞ്ഞില്ലേ, ഡിസപ്പോയിന്റഡ് ആക്കിയടാ, ഡിസപ്പോയിന്റഡ്. അപ്പൊ ഇന്ന് മൊത്തം ഞങ്ങള് ചാവക്കാട് പ്ലാനാണ്. അപ്പൊ ചാവക്കാട് വീട്ടിൽ പോണം, ഇത്താടെ അവിടെ പോണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നപ്പോ ഫുള്ള് ബിസി ആയിരിക്കും. ഇന്ന് ഫുള്ള് ചാവക്കാടാണ്, ഫുള്ള് ചാവക്കാടാണ്. നല്ല മഴയാണ് ഗൈസ്. ഞങ്ങൾ വന്നിട്ട് ഇതുവരെ മഴ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അന്ന് ഇറങ്ങിയ സമയത്ത് നെടുമ്പാശ്ശേരിയിൽ കുറച്ച് വെള്ളമൊക്കെ കണ്ടിരുന്നു അല്ലേ. അപ്പൊ തോന്നിയിട്ട് മഴ പെയ്തിട്ടുണ്ടായിരുന്നു തോന്നി. പക്ഷെ ഞങ്ങൾ വന്നതിന് ശേഷം ഒരു മഴ പോലും കണ്ടിട്ടില്ല. ഇന്ന് നല്ല മഴ എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ നല്ല മഴയാണ്. നമ്മള് കഴിഞ്ഞ പ്രാവശ്യം വന്ന പോലെയല്ല ഈ പ്രാവശ്യം. കാരണം പുതിയ റോഡാണ്. സാധാരണ നമ്മൾ പോണ സമയത്ത് കാണാറില്ല തൃപ്രയാറ്, വാടാനപ്പള്ളി അങ്ങനെ സംഭവങ്ങളൊന്നും കണ്ടില്ല. അതുകൊണ്ട് തോട് വരാത്തോണ്ട് സാമ്പത്തികമായിട്ട് കുറച്ച് ലാഭമുണ്ട്. എന്താ വെച്ചാൽ പോണ വഴിക്ക് കാണാൻ കടകൾ, ആ കടയിൽ കയറണം, ഈ കടയിൽ കയറണം, ഇതൊന്നും പറയില്ല. നേരെ റോഡ് കണ്ടില്ലേ, എന്ത് സുഖാണ്. നേരെ ചാവക്കാട്. ഹാനിയെ ചുണ്ടൊക്കെ കൊതുവടിച്ച് ഇതായുള്ള കാരണം ഹാനി പള്ളിക്ക് വരണില്ല. സാനി ചാലുവാ വരണത്. വേഗം ഓടിക്കോ. നമ്മളെ ഉപ്പാപ്പാട പള്ളി. ഓക്കെ, ഇവിടെയാണ് നമ്മളപ്പോൾ പള്ളിയിൽ ജുമായക്ക് പോകുന്നത്. പള്ളിയിൽ നമ്മളെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് അപ്പുറങ്ങളിലൊക്കെ പോകാണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിപ്പോൾ തിരിച്ചു വരാൻ എല്ലാവരും പോയി തുടങ്ങി. അവിടെ കട തുറന്നിട്ടുണ്ടെങ്കിൽ ആ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കാൻ പോകും. കടയിൽ നിന്ന് കയറിയപ്പോൾ കടയിൽ നിന്നൊന്നും വേണ്ട എന്നുള്ളതായി. അപ്പോൾ ഞങ്ങൾ തിരിച്ച് പോകാൻ വണ്ടി പാർക്ക് ചെയ്തതിലൂടെ. ചാലു എവിടെ വരുന്നു ചാലു. മദ്രസയിൽ നിന്നാണ് ഭയങ്കര സൗണ്ട്. മദ്രസയിലൂടെ ക്ലാസ് നടക്കുന്നുണ്ട്.
മദ്രസാന്ന് ഇതിൽ കണ്ടില്ല, അവിടെ മുകളിൽ ഉണ്ട മദ്രസയാണ്. അപ്പോൾ അവിടെ സ്കൂളാണെന്ന് തോന്നുന്നുണ്ട്. മദ്രസയുടെ ഇതിലാണ് സ്കൂൾ പ്രവർത്തിക്കുന്നത്. ഇത് പള്ളിക്കുളമാണ് ഈ കാണുന്നത്. നമ്മളെ വണ്ടി അതേ പാർക്ക് ചെയ്ത് കിടക്കുന്നു. ഓക്കെ, നീ എന്താ പാൻ്റ് എങ്ങനെ പിടിച്ചില്ലേ? വെള്ളം ശരി ശരി ഓക്കെ. ബേബി അതേ നമ്മളെയും കാത്തിരിക്കുന്നു. യെസ് യെസ് യെസ്. എന്താണത്? ഓക്കെ, നമ്മൾ വണ്ടി എടുക്കണ സമയത്തുണ്ടല്ലോ ഒരാൾ ഈ കമ്പി പൊക്കി പിടിക്കേണ്ടി വരും. കാരണം അറിയോ, ഈ സാധനം നോക്കിയേ, ഈ സാധനം മുകളിൽ ഇങ്ങനെ തട്ടും. അപ്പോൾ കാരണം ഇങ്ങനെ പൊക്കി പിടിച്ചാലും നമ്മൾ ആൻറ്റിനേമ തട്ടാണ്ട് നിൽക്കും. ഓക്കെ, വണ്ടി എടുത്തതിൻ്റെ ശേഷം കയറിയാൽ മതി. എനിക്ക് മാങ്ങ വീണിട്ടത് ഇവിടെ മാങ്ങ അണ്ടി കയറണത് അപ്പടിക്ക് ഇതേ മാങ്ങ വീണ് ഫുള്ളായിട്ട് ഇത് മാവിൻ്റെ തൈ വന്നു. ലോക്കിട്ട് കിടക്കണ കാരണം ഫുള്ളായിട്ട് വീട് ഇതായി കിടക്കാൻ. ഇപ്പോൾ ഇവിടെയൊക്കെ ഫുള്ള് ഇലൊക്കെ വന്ന് ഇതായി കിടക്കുകയാണ്. അപ്പോൾ ഫുള്ള് ബാക്കിലൊക്കെ ഒന്ന് പോയി നോക്കണം എന്താണ് പാട് എന്നുള്ളത്. ഓക്കെ, ഡോറ് തുറന്നു നോക്കട്ടെ. വീടിൻ്റെ ഉള്ളിൽ കയറി നോക്കി. അപ്പോൾ ബാക്കി സ്ഥലങ്ങളിലൊക്കെ ആകെ പുല്ല് പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ പുല്ലൊക്കെ ഒന്ന് കട്ട് ചെയ്യാണ്ട് ഇപ്പം ഈ മഴയത്തൊന്നും ചെയ്യാൻ പറ്റില്ല. തെങ്ങുകളൊക്കെ കണ്ടില്ലേ, വെള്ളം ഒലിച്ച് നിൽക്കുകയാണ്. അപ്പോൾ കുറച്ച് തേങ്ങയൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. അത് നമുക്ക് കുറച്ച് തേങ്ങ എടുക്കാം, അതാണ് നല്ലത്. തേങ്ങക്ക് ഇപ്പോൾ നല്ല വില അല്ലേ. തേങ്ങ കണ്ടില്ലേ, തേങ്ങ എടുക്കാം നമുക്ക്. ഇപ്പോൾ ഇവിടെ കിടന്നിരുന്ന തെങ്ങുമെന്ന് വീണ തേങ്ങകൾ ഞാൻ പറക്കിയിട്ടതാണ്. അങ്ങനെ ചാലുവിനെ ഗേറ്റ് പൂട്ടാൻ വേണ്ടിയിട്ട് നിർത്തി നമ്മൾ വണ്ടി ബാക്കിലേക്ക് എടുക്കുകയാണ്. ബാക്കിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ചാലു വണ്ടി മൂവ് ചെയ്ത് കഴിഞ്ഞാലാണ് ഗേറ്റ് പൂട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ വേഗം വണ്ടി നീക്കാം. അപ്പോഴത്തേക്ക് നമ്മൾ ഗേറ്റ് ലോക്ക് ഇട്ടു. എനിക്ക് നേരെ വെലിപ്പാനെ കാണാൻ വേണ്ടിയിട്ട് പോകണം. വെലിപ്പാന്ന് പറയുന്നത് ഉമ്മാടെ ഉപ്പ. അമ്മായിയുടെ അവിടെ മാമാടെ വീട് ഇവിടെ തൊട്ടടുത്തുണ്ട്. ഇവിടെ നിന്ന് ഒരു 2 വീടപ്പുറമാണ് മാമാടെ വീട്. അപ്പോൾ അവിടെ കയറി വെലിപ്പാനെയും അമ്മായിനൊക്കെ ഒന്ന് കണ്ടിട്ട് പോകണം. ഇതില്ലേ മാമാടെ പേരക്കുട്ടിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കാരണം ഇവൻ ജനിച്ചതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. ഹായ് പറഞ്ഞേ, ഹായ് പറഞ്ഞേ, ഹായ് ഹായ് ഹായ്. ഞങ്ങൾ മഴയത്ത് നിന്ന കാരണം ഷർട്ടൊക്കെ ആകെ നനഞ്ഞേണ്ടില്ലേ, ആകെ നനഞ്ഞിട്ടാണ് നിൽക്കുന്നത് ഷർട്ടൊക്കെ. ഉറങ്ങണോന്ന് ഉറങ്ങണോ? ഞാൻ പണം കാണാൻ വേണ്ടി വന്നതാ, കാണാൻ വേണ്ടി വന്നതാന്ന്. ഉറങ്ങണൊക്കെ ശരിക്കും കിടന്നോ? കാലൊക്കെ വെച്ചോ, കാലൊക്കെ വെച്ചോ. ശരിക്കും കാല വെച്ചോ. എന്തൊക്കെ കറക്റ്റ് ചെയ്തിട്ടോ, കിടന്നോ? ശരിക്കും വെച്ചോ, ശരിക്കും കിടന്നോ? കാണണ്ട പതി, കാണണ്ട, എന്താ കാണണ്ട? കാണണ്ട? പന കാണണ്ടോ? കാണണ്ടില്ലേ? കാണുന്നുണ്ട്. എൻ്റെ അടുത്ത് ഇതിന് മുമ്പ് നമ്മൾ രണ്ടാൾ സംസാരിച്ചിരിക്കുന്ന വീഡിയോസൊക്കെ ഉണ്ട്. ശരി, ഇപ്പോൾ ആൾക്ക് അത്ര ഓർമ്മ കാര്യങ്ങളൊക്കെ കുറവാണ്. പോട്ടെപ്പാ, പോട്ടെ പോട്ടെ. ഉറങ്ങാൻ വേണ്ടിയിട്ട് നിന്നത്. ഉറങ്ങാനാണ്. ആൾ ഉറങ്ങാനുള്ള പരിപാടിയില്ല. ഉണ്ടാ ഉറക്കി, ആളുറക്കി വേണ്ട, ആളുറക്കി ഉറക്കി ഉറക്കി വേണ്ട. ബേബി സ്ലീപ്പിംഗ് 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 വേണ്ട. ബേബി സ്ലീപ്പിംഗ്. പോവാം. അപ്പോൾ നമുക്ക് നേരെ ഇനി വണ്ടി കയറാം.
വണ്ടി നേരെ കിടക്കുന്നു. അയ്യോ മഴ വരാൻ ചാൻസ് ഉണ്ടല്ലോ. നമ്മള് ബീച്ച് സൈഡിൽ കൂടെയാണ് പോകുന്നത്. ബീച്ച് സൈഡിൽ കൂടെ കണ്ടില്ലേ, എന്ത് സൂപ്പർ സ്ഥലം കണ്ടില്ലേ. ബീച്ചാണ് അവിടെ, ഇവിടെ റോഡ്. നമ്മള് കൊച്ചുപ്പാനെ കുഞ്ഞുമാനെ വേണ്ടി കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ കുഞ്ഞുമ്പോൾ സുഖമില്ലാതെ കിടക്കുകയാണ്. ആള് വീണിട്ട് കാലിന് റെസ്റ്റാണ്, ഫുൾ റെസ്റ്റ്. അപ്പോൾ കൊച്ചുപ്പാനെ പോണ വഴി വെച്ച് കാണാമെന്ന് പറഞ്ഞു വീണ്ടും. അപ്പോൾ നമ്മൾ തിരിച്ച് അങ്ങോട്ട് പോവാണ്. ഓക്കെ ഓക്കെ. കൊതു കയറിയാ ഗ്ലാസ് ആഴത്ത്. കൊച്ചുപ്പാനെ വഴി വെച്ചാണ് കണ്ടത്. അപ്പോൾ കൊച്ചുപ്പാനയും കണ്ടു കഴിഞ്ഞു. നല്ല അടിപൊളി ക്ലൈമറ്റാണ്. മഴയൊക്കെ തോർന്ന്, നല്ല മഴയായിരുന്നു. മഴയൊക്കെ തോർന്നിരിക്കുക, മഴയൊക്കെ തോർന്ന് നല്ല ക്ലിയർ ആയിട്ടിരിക്കുക. പച്ചപ്പിലാണ്. നമ്മൾ ചാവക്കാട് എത്തി. ചാവക്കാട് എത്തിയിട്ട് ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ്. നോക്കട്ടെ എന്താ അവിടെ കഴിക്കാൻ ഉള്ളതെന്ന്. ഓക്കെ. ഓ ഹാനിയുടെ കൊതുകുട്ടികൾ ഹാനിനെ ഭയങ്കര സ്റ്റൈലിലാണ് നിൽക്കുന്നത്. ഹാനിനെ കണ്ടില്ലേ, ചുണ്ടുമ്പലി കൊതുകുത്തി ചുണ്ട് വീർത്തു. ചെവിയൊക്കെ കണ്ടില്ലേ റെഡ് കളറായി. അതെ അതെ, കൊതുവിനുള്ള പാച്ച് വാങ്ങിക്കാനുള്ള പരിപാടിയിലാണ്. നമ്മള് പ്ലേറ്റ് ഷവർമയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ആ കാരണം മാത്രമേ അവൈലബിൾ ഉള്ളൂ. ബേബിക്ക് ദോശയുണ്ട്. എന്തായാലും അവള് ഷവർമ കൊണ്ടുവന്നാൽ കഴിക്കും. പിന്നെ ജ്യൂസ് പറഞ്ഞിട്ടുണ്ട്. ജ്യൂസ് പറയുമ്പോഴേക്കും ചാലും ബ്ലോക്ക് ഉണ്ട്. ഷവർമ കൊണ്ടുവന്നതിന് ശേഷം ജ്യൂസ് കൊണ്ടുവന്നാൽ മതി പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, കൊണ്ടുവന്നു മക്കളെ. എത്ര പറഞ്ഞിട്ടായിരുന്നു? 5 എണ്ണല്ലേ പറഞ്ഞത്? റോളാണ്. ബാക്കിയെ കൊണ്ടുവന്നു. അടുത്തത് വന്നു. 3 ആളുടെ അത് കിട്ടി. എങ്ങനെയുണ്ട്? ഓ ചിക്കനായ കാരണം കഴിക്കുന്നുണ്ട് ബേബി. ഓക്കെ, യെസ്. ഓ ഈച്ച വരുന്നുണ്ട്. ഞങ്ങളെല്ലാം പ്ലേറ്റ് വാങ്ങിച്ച സമയത്ത് ഇവന് മാത്രം സ്പെഷ്യൽ റോള് വേണമെന്ന് പറഞ്ഞു. എന്നാൽ റോള് വാങ്ങിച്ചവന്. ഓ ഓ ജ്യൂസ് പപ്പായ ജ്യൂസ്. ഇതാണോ എന്റെ പാഷൻ ഫ്രൂട്ട്? ഓർഡർ ചെയ്ത് കഴിക്കണ സാധനം കണ്ട എന്തത് ഫലൂദ. ഓ സാനിയോടെ മുജിട്ടോ. എന്ത് മുജിട്ടോ? മുജിട്ടോ നല്ലത്. പാഷൻ ഫ്രൂട്ട് കുലുക്കി. ഫുഡടി കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. നമ്മളപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയാണ്. ഓക്കെ ഹാനി കമോൺ. ഹാനി ചാല് കഴിഞ്ഞിട്ടില്ല, ഫിനിഷാക്കി ഫൈനൽ. കമോൺ ലെറ്റ് ഗോ. ഇല്ല നമ്മളവിടെ ഉള്ള ആ കടയിൽ നിന്നാണ് ഭക്ഷണം കഴിച്ചത്. നേരെ ഓപ്പോസിറ്റുള്ള ഹമീഷയിൽ കയറി അവിടുന്ന് ഫുഡ് കഴിച്ച് നേരെ ഷോപ്പിങ്ങിലാണ് കയറിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഷിമിയൊക്കെ ദേ അവിടെ ഷോപ്പിങ്ങിലാണ്. ബാക്കിയുള്ളവന്മാരതേ ഇരിക്കുന്നു. അവിടെ കുറച്ച് സാധനങ്ങൾ വെച്ച് ചാലു വണ്ടിയിൽ തന്നെ ഇരിക്കുകയാണ്. ഈ അംബ്രല്ല വാങ്ങിക്കണമെന്നായിട്ട് ബേബി ഭയങ്കര വാശി. അങ്ങനെ നേരെ ഇങ്ങോട്ട് കയറി. കയറിക്കോ. ഇഷ്ടമായ എന്നോടെ ആ കറക്റ്റ് അല്ലേ? അയ്യോ ഇതേ വണ്ടിയിലൊക്കെ വെച്ച് കൊട തുറന്നു. ഓക്കെ നമ്മളിപ്പോ ചാവക്കാട് നിന്ന് ഇറങ്ങി നേരെ പാവർട്ടിയിലെത്തി. ചാലു പറഞ്ഞത് ചാലുവിന്റെ ഒരു ഫ്രണ്ടിന്റെ വീട് പാവർട്ടിയിലുണ്ട്.
അവനെ കാണണമെന്നാണ്. ലാസ്റ്റ് അവന് മെസ്സേജ് അയച്ചിരുന്നു, പക്ഷെ അവന് അവിടെ ഇല്ല. അവനെവിടെ പോയത്? സിനിമ കാണാൻ വേണ്ടി പോയിരിക്കുകയാണ് ശോഭയിൽ. അപ്പോൾ നമുക്ക് അവനെ കാണാനുള്ള പരിപാടി ക്ലോസ് ചെയ്തു. യെസ്. അപ്പോൾ നമ്മൾ നേരെ ഇത്താടെ അടുത്ത് പോവാണ്. ഇവിടെ ഇങ്ങനെ വണ്ടി പാർക്ക് ചെയ്തു ഇത്താനെ കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ പാമ്പോ? അതൊന്നുമില്ല. ഹാനിയാണ് വഴി കാണിക്കുന്നത് ശരിക്കും. ഓക്കെ, ഹാനിക്കാണ് വഴി അറിയുന്നത്. എനിക്ക് വഴി അറിയാം. അടുത്ത് വന്ന് ബേബിക്ക് ചെറിയൊരു ഡാമേജ് ആയണ്ടില്ലേ, കാലൊന്ന് പൊട്ടി അല്ലേ ബേബി? എങ്ങനെ പൊട്ടിയത് ബേബി? വീണതാ? ഓ, ഫെൽ ഡൗൺ. ഓ, താഴെ വീണതാണ് ബേബി. ഓക്കെ, പോയി, എല്ലാം പോയി. ഇതാക്കിയൊരു എല്ലാം പോയി, ക്ലിയറായി. ഓക്കെ, ക്ലിയർ. നമ്മൾ പോയടുത്ത് എല്ലായിടത്തും ചാലുവിന്റെ മീശയാണ് സംസാരം. മീശയിലാണ് എല്ലാരും പിടുത്തം. ഷെറീനല്ലേ വരക്കണത്? ഷെറീനെ വരക്കണത്. ഇതിലാർക്കാ ഹാർട്ട്? Who did you draw? Who did you draw? This one or that one? അതല്ലേ ഹൈറ്റ്. നോക്കിട്ട് ഒന്നും കൂടെ ചിരിച്ച് ഓക്കെ നോക്കിയ ഒന്നോട് നോക്കിയേ ആ തടി അത് പോരാ ബേബി 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 കളർഫുള്ളാണ്ട് തടമുടിയൊക്കെ നല്ല ഷേപ്പ്. അത് മുട്ടി ഇപ്പൊ അങ്ങനെ പൊന്തിക്കണതാ. ബേബി കണ്ണിട്ട് നോക്കിയാണ്ട് ഇടക്ക് കറക്റ്റ് ആണത്. എക്സ്പ്രഷൻ കണ്ട. ഓ ഓ നോക്കിയാ ബേബി കറക്റ്റ് ആണോ? കറക്റ്റ് ദിസ് ഈസ് फ्लावर जास्त अडकेल माडी करतो ती हेरा ना वीडियो എടുക്കണോ? ഭയങ്കര ഡാർക്കാണല്ലോ. ഓക്കെ ആര് ഓ അപ്പൊ എല്ലാവരോടും അസ്സലാമു അലൈക്കും. ഓക്കെ, ബൈ 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 ബൈ. നമ്മള് ക്യൂമാക്സ് എന്ന് പറഞ്ഞ കടയിൽ കയറിയതാ. ക്യൂമാക്സ് എവിടെ സ്ഥലം? വെങ്കിടങ്ങി. യെസ്, വെങ്കിടങ്ങിയിലുള്ളതാണ്. അപ്പോൾ സാനിക്ക് വേണ്ടി പ്രധാനപ്പെട്ട സാധനം, ഹാനിക്ക് വേണ്ടി പ്രധാനപ്പെട്ട സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിച്ചു. അതെ, ഒരു 30 മിനിറ്റ്സ് ജേണിയിൽ നമുക്ക്. അപ്പോൾ അവിടെ നമുക്ക് നേരെ യാത്രയാവും. ഇവിടെ ഇരിക്കുന്നത് കപ്പ് നോക്കിയേ. ഞാൻ റൊണാൾഡോ ഇതേപോലെ ഒരു കപ്പ് ഉയർത്തില്ല, ഞാൻ കണ്ടതാ. അതെ, റൊണാൾഡോ ഒരെണ്ണം പൊക്കിണ്ടായിരുന്നു. നമുക്കൊരു കൊടുവിന്റെ പാച്ച് വാങ്ങാനാണ്. ഇതൊക്കെ ഉറങ്ങി ഇപ്പൊ എണിച്ച് വൈമാല ഇപ്പൊ ഹാനിയും ഇതൊക്കെ എണിച്ച് നമുക്ക് ആ പാച്ച് പോയി നോക്കണം. ഇനി ഉമ്മൊക്കെ ഇറങ്ങിയാലും വേറെ ചിലവൊക്കെ ഉണ്ടാവല്ലോ. അപ്പൊ അതെ,
ഇപ്പൊ നമ്മൾ പാച്ച് വാങ്ങാൻ പറഞ്ഞിട്ട് നമ്മൾ രണ്ടാളും ഒരേ ഷർട്ടല്ലേ സെയിം കളറാ. നമ്മള് വൈമാളിലാണ് ഇപ്പൊ ഉള്ളത്. ഇവിടെ ബുക്ക് ഒക്കെ നോക്കുകയാണ്. കാരണം നമുക്ക് രാത്രിക്ക് എടുക്കുന്ന സമയത്ത് ബുക്ക് വായിക്കാൻ വേണ്ടി ഞാൻ സാധാരണ വാങ്ങിച്ചോ. സാധാരണ ഞാൻ ഈ ബുക്കാണ് വായിക്കാറ്, ഡാവിൻചി കോഡിന്റെ. ഇത് ഞാൻ പകുതി വരെ വായിച്ച്, പിന്നെ ഞാൻ ലീവിലായ കാരണം ബാക്കി വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ തിരിച്ചു പോയിട്ടിടാൻ വായിക്കാൻ, കാരണം ഞാൻ ആ ബുക്ക് കൊണ്ടുവന്നില്ല. തല്ലി മറിക്കണം അപ്പൊ കുറച്ച് കൂടിയില്ലേ അപ്പ. അതെ, കുറച്ച് ഇപ്പൊ പാച്ച് വാങ്ങാൻ പറഞ്ഞ നമ്മളിപ്പോ കൊറേ പലതൊക്കെ വാങ്ങാൻ തുടങ്ങി. ഇനി ഞാനിട്ട് കൊറേ ഒക്കെ ബുക്ക് വായിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇതിലൊക്കെ വലിയ പരിചയമൊക്കെ ഇല്ല, കാരണം ഇനി ചിലപ്പോൾ സ്റ്റുഡിയോയിലും എന്നിട്ട് പാച്ചൊക്കെ ഉണ്ടോടെ നോക്കണേ. നമ്മളിപ്പോ ലിഫ്റ്റിലാണ് ഒരു പാച്ച് വാങ്ങാൻ പറഞ്ഞ നമ്മള് ഉമ്മ ഒരു വല വാങ്ങിയിട്ടുണ്ടായി. അപ്പൊ പാച്ച് വാങ്ങാൻ പറഞ്ഞ നമ്മളാണ് ഇപ്പൊ വല വാങ്ങിയത്. 400 റിയാലിന് വള വാങ്ങിച്ചതല്ലേ. 400 റിയാല് ഒരു പാച്ചിന് കൂടി 100 രൂപയുടെ താഴെ ഉണ്ടാവുള്ളൂ. പക്ഷെ വന്നിട്ട് ഇപ്പൊ കറന്റ് 400. അപ്പൊ നമ്മളിപ്പോഴും തപ്പിക്കൊണ്ടിരിക്കാണ്. ഇതുവരെ കിട്ടിയിട്ടില്ല സാധനം. ഇതുവരെ സാധനം കിട്ടിയിട്ടില്ല. പക്ഷെ ബാക്കിയുള്ള സംഭവങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ ബഞ്ചാറസ് മാത്രം കിട്ടുന്നില്ല. അല്ല പാഷൻ നമ്മളപ്പോ ലുലുവിനൊക്കെ ഇറങ്ങി. ട്രോളില് നമ്മക്കിപ്പോ ഉള്ളത് ഒരു ബാഗാണുള്ളത്, പിന്നെ ഒരു ബാഗും ഉണ്ട്. അതാണ് നമ്മളിപ്പോ ട്രോളിയിലുള്ളത്. പാച്ച് നോക്കാൻ പോയ നമ്മള് ലാസ്റ്റ് വലക്കായി വാങ്ങാൻ വന്നത്. 400 റിയാലിന്റെ വലക്കാണ് നമ്മൾ വാങ്ങിയത് അല്ലേ അല്ലേ അപ്പ. പാച്ചിനൊക്കെ 100 രൂപ. ആ ഏറ്റവും മെയിൻ എല്ലാവരും ഉറക്കാൻ പോയി. ഇനി നമ്മൾ ഇപ്പൊ വീട്ടിലെത്തും. നമ്മൾ വരണ വഴിക്ക് ഇവിടെ കുമ്മാനെ ഇവരെല്ലാവരെയും കാണാൻ വേണ്ടിയിട്ട് ചാലു കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ കാരണം നമ്മൾ വീണ്ടും ഇവിടെ നിർത്തിയത്. അവരെല്ലാവരും സംസാരിക്കുന്നവരായില്ല. ഇനിയിപ്പോൾ ഇവിടുന്ന് ഈ സംസാരം കൂടി കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് വീട്ടിൽ പോകാൻ. തൊട്ടടുത്ത് തന്നെയാണ്, വേറെ പ്രശ്നമല്ല. ഞാനിപ്പോൾ ഫോണിൽ കളിക്കേ ബേബിന് ചോക്ലേറ്റ് കഴിക്കാം. ചോക്ലേറ്റ് baby, chocolate. You like chocolate? Yes. Okay. Hanisha, show your teeth. ഷുഗർ കുറവാണോ ബേബി? അല്ല അല്ല, റോങ് ആണ്. ഷുഗറൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഓ മൈ ഗോഡ്. നമുക്ക് പോവാം. ഓക്കെ ബേബി പോവല്ലേ? പോവാം. ഓക്കെ, നമ്മൾ വാങ്ങിച്ച് മാന്തൽ പൊരിച്ചിട്ടുണ്ട്. പപ്പടം, കരള ചിക്കന, പിന്നെ മീൻകറി. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കിടന്നുറങ്ങാൻ വേണ്ടി പോവാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോസ് എല്ലാം കഴിഞ്ഞ് ഒരുപാട് ടയർഡായി. ഓക്കെ, അപ്പോൾ നാളെ കാണാം.